ഇന്നത്തെ വീഡിയോയിലുള്ളത് 4 കുഞ്ഞു വാവകൾക്ക് ഓണത്തിനായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഉടുപ്പുകളാണ്. ഫസ്റ്റ് ഉടുപ്പ് വന്നിട്ട് ഒരു 3 മന്ത്സ് ആയിട്ടുള്ള ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു വേറൊരു പാർട്ടി വന്നിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ, കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പം ഇതിൽ ഞാനൊരു പ്യുവർ കോട്ടൺ വരുന്ന കേരള സാരി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിൽ വിസ്താര സിൽക്ക് വരുന്ന ഒരു ഓറഞ്ച് കളർ, ഒരു നല്ലൊരു ഓറഞ്ച് കളറാണത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നോട്ട്സൊക്കെ കൊടുത്ത് ഷോൾഡറിൽ കെട്ടാൻ പാകത്തിന് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ചെറിയ രീതിയിൽ ലേസ് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ അവിടെ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോകുന്നത് ഗോവയ്ക്കാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഉടുപ്പ് വന്നിട്ട് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നെക്സ്റ്റ് ഒരു 1 ഇയർ ഓൾഡ് വരുന്ന ഒരു ബേബിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതൊരു വി നെക്കാണ് അതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതും കോട്ടൻ്റെ വരുന്ന അത്യാവശ്യം സീ ത്രൂ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, കേരള സാരീൻ്റെ തന്നെ മോഡൽ. അപ്പം അതിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നോർമൽ ഒരു കുട്ടി ക്യൂട്ട് ഫ്രോക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കിൽ കെട്ടുന്ന ടൈപ്പ് സ്ലീവ്ലെസ് വി നെക്ക് പോർഷനിൽ ലേസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഉടുപ്പുകൾക്കൊക്കെ ഞാൻ ലൈനിങ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉടുപ്പ് ബേബീസിനൊക്കെ തയ്ക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് തട്ടാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യാൻ നല്ലത്. നല്ല കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഷിഫോൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷൻ കുറവായിരിക്കുമല്ലോ. ഇനി വരുന്നൊരു ഫ്രോക്ക് എന്ന് പറയുന്നത് ഞാൻ കസ്റ്റമൈസ് ചെയ്തത് എൻ്റെ മേമയുടെ മോളുടെ ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആളൊരു 9 മന്ത്സ് ഓൾഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണത്തിനൊരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസൈൻ ചൂസ് ചെയ്തു. അപ്പം യോക്കിൽ വന്നിട്ടുള്ളൊരു ചെക്ക് പാറ്റേൺ വരുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. താഴേക്ക് കോട്ടണിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ ഒരു ഗ്രീൻ കളറിലുള്ളൊരു നോട്ടാണ് ഷോൾഡറിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് യോക്കിൽ ഞാനൊരു ചെറിയ ഗോൾഡൻ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ ടൈ ചെയ്ത് വെച്ചു. ഇങ്ങനെയാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഞാൻ ആളെ ഇടിപ്പിച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പം ഉടുപ്പ് കൊണ്ടുവന്നപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ആളുടെ അമ്മയും എന്നെയും ഒക്കെ മാറി നോക്കുക. എന്നിട്ട് ഇഷ്ടമായെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആദ്യം ഇടാനൊന്നും സമ്മതിച്ചില്ല. ആൾ ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഒരു കണക്കിന് ഇടിപ്പിച്ചു. ആൾക്ക് കറക്റ്റായിരുന്നു. അത് ആളിച്ചിരി ഉണ്ടായതുകൊണ്ട് ചബ്ബി ആയതുകൊണ്ട് ഇച്ചിരി അത് കറക്റ്റായിരുന്നു. അപ്പം എങ്ങനെയാണ് ആൾക്ക് ഇടിച്ചിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ആൾ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇത് നോക്കുകയാണ് ആൾ. ഇതെന്താ ചെയ്യണേ, ഞാൻ ഫോൺ കൊണ്ട് എന്താ ചെയ്യണേന്ന്. മാധു എന്നാണ് ആളുടെ പേര് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാധുക്കുട്ടിയാണിത്. ഷോറൂമിന് ഈ ഒരു ഉടുപ്പിട്ടിട്ടാണ് അവരിപ്പം ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിനിടാം എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഇതുപോലെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ്. ചെക്ക് പാറ്റേണിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ഫ്രോക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ്ലെസ് തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ചൂസ് ചെയ്യുന്നത്, ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അവർക്കുള്ളിൽ കുത്താത്ത രീതിയിലൊക്കെ, അതായത് മേല് തട്ടാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ തയ്യൽ തുമ്പും എല്ലാം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 to 4 മന്ത്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ബേബിക്ക് വേണ്ടിയിട്ടാണ്, ബേബി ഗേളിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വരുന്നത്. അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക.